മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്ന് സെപ്റ്റംബർ 10 ആലപ്പുഴയിൽ CPIയുടെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്നും നാളെയും മറ്റന്നാളും 12 സമ്മേളനം സമാപിക്കുന്നത്. ഈ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഒരു നയപരമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സമ്മേളനമല്ല എങ്കിലും നയപരമായ തീരുമാനമെടുക്കുന്നതിന് ശക്തി പകരുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രമേയങ്ങളും ഉരുത്തിരിഞ്ഞ് വരേണ്ടുന്ന ഒരു സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം. അങ്ങനെയാണ് 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കി ഇന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPI കടന്നിരിക്കുന്നത്. ഈ 14 ജില്ലാ സമ്മേളനങ്ങളിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് എന്നത് നമുക്ക് സമ്മേളനങ്ങളുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനകത്തുള്ള CPIയുടെ ക്കുള്ളിൽ തന്നെ നിന്നുള്ള നമുക്ക് അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ പത്രദ്വാര പുറത്തു വന്ന വിവരങ്ങളുമുണ്ട്. എന്തായാലും പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുള്ള വിമർശനം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ശക്തമായി ഉയർന്നു വന്നതാണ്. ഏതാണ്ട് CPI സമ്പൂർണ്ണമായി പിണറായി വിജയന് കീഴടങ്ങി എന്നുള്ള ചർച്ചയും പരിഭവങ്ങളും CPIയുടെ പ്രതിനിധികൾ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. പിന്നെ വിഷയമാണെങ്കിൽ പിണറായി വിജയൻ്റെ മെഗാഫോണായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ വരെ സമ്മേളനങ്ങളിൽ ഉയർന്നു. എന്തായാലും ഈ സമ്മേളനത്തോടുകൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പുതിയൊരാൾ വരും എന്നുള്ള കാര്യത്തിൽ പ്രവചനമൊന്നും ഇപ്പോൾ നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഇടയ്ക്ക് വെച്ച് കാനം രാജേന്ദ്രൻ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. അതുതന്നെ ഒരു വിൽപ്പത്രാടിസ്ഥാനത്തിൽ സെക്രട്ടറി ആയെന്നാണ് പൊതുവെയുള്ള അതിനോട് വിമർശനം ഉന്നയിച്ചവരുടെ നിലപാടുകൾ. എന്നാലും അദ്ദേഹം സെക്രട്ടറിയായി ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം മാറേണ്ടുന്നൊരു സ്ഥിതിയില്ല. പക്ഷേ CPIക്കുള്ളിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ബിനോയ് വിശ്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ അതിശക്തമാണ്, രൂക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് ബദലായിട്ടൊരു ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കാനവും KE ഇസ്മായിലും തമ്മിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് നേതൃത്വം കൊടുക്കാൻ വളരെ പ്രഗത്ഭനായിരുന്ന KE ഇസ്മായിലിനെ ഇപ്പോൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സമ്മേളന നഗറിൽ പോലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്, നേതൃത്വമില്ലാതിരിക്കുന്നതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് ആ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാർ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വെളിയം ഭാർഗവൻ ആശാൻ, CPIയെ സംബന്ധിച്ച് എല്ലാവരും ആശാൻ എന്ന് വിളിക്കുന്ന വെളിയം ഭാർഗവൻ മരിച്ച സമയത്ത് അമ്മൻ സ്മാരകത്തിൽ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം കാനം രാജേന്ദ്രനോടൊപ്പം ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാനം രാജേന്ദ്രനും KE ഇസ്മായിലും തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നു വരുന്ന കാലഘട്ടമാണ്. ആശാനുള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആശാൻ മരിച്ചതോടുകൂടി അതൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഒന്നുകിൽ കാനം അന്ന് സെക്രട്ടറി ആകണമായിരുന്നു, അല്ലെങ്കിൽ KE ഇസ്മായിൽ സെക്രട്ടറി ആകണമായിരുന്നു. അന്ന് KE ഇസ്മായിലിനാണ് ഏകദേശം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്കാണ് പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറിയായി രംഗത്ത് വന്നത്. പക്ഷെ പന്ന്യൻ രവീന്ദ്രന് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയൊരു പ്രവർത്തനം നടത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പാർട്ടിയിലെ ആ വിഭാഗീയ ചേരിതിരിവിന് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള നിസ്സഹായതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു മാന്യമായ സെക്രട്ടറി എന്നുള്ളതിനപ്പുറം പാർട്ടിയിൽക്കുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ, ചേരി പോരുകളെ
നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അത് പിന്നെയും തുടരുകയായിരുന്നു. അത് ഏതാണ്ട് ആദ്യഘട്ടം അവസാനിച്ചത് കാനൻ രാജേന്ദ്രൻ്റെ മരണത്തോടു കൂടിയാണ്. അതിൻ്റെ പിന്മുറക്കാരനായി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും ഏതാണ്ട് കെ ഇസ്മായിലിൻ്റെ നടപടിയോടുകൂടി ആ ഇസ്മായിൽ പക്ഷത്തിന് നേതൃത്വമില്ലാതെ പോകുന്ന, അമരത്താളില്ലാതെ പോകുന്ന അവസ്ഥയും സംജാതമായി എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു സംസ്ഥാന സെക്രട്ടറി വരുമെന്ന് തൽക്കാലം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്തെങ്കിലും അതിശയം ആ സമ്മേളനത്തിൽ സംഭവിച്ചാൽ ശ്രീ കെ പ്രകാശ് ബാബു, കാനൻ രാജേന്ദ്രനോടൊപ്പം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന, പാർട്ടിയുടെ സംഘടനാപരവും താത്വികവുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി നടത്തിയിരുന്ന നല്ല മികച്ച സംഘാടകനും പ്രാസംഗികനും കഴിവുള്ള പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയും കൂടിയായിട്ടുള്ള ശ്രീ കെ പ്രകാശ് ബാബു സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയൂ. 2016-ലും 2021-ലും പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരെ സംബന്ധിച്ച് CPI വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 2 ടൈമിലും മികച്ച മന്ത്രിമാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് CPI വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ CPIയുടെ മുൻഗാമികളായ മന്ത്രിമാരെ പേരെടുത്ത് പറയാൻ എത്രയോ പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ചന്ദ്രശേഖരൻ നായർ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലം അദ്ദേഹമാണ് ഈ മാവേലി സ്റ്റോറുകൾ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ VV രാഘവൻ കൃഷി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൂട്ടുകൃഷി സമ്പ്രദായം ഗ്രൂപ്പ് ഫാമിങ്ങും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം കൊണ്ടുവന്ന അദ്ദേഹമാണ്. PS ശ്രീനിവാസൻ, അങ്ങനെ ഒട്ടനവധി പേരുകേട്ട CPI നേതാക്കന്മാർ മന്ത്രിമാരായി അവരവരുടെ വ്യക്തിത്വം നിലപാടുകൾ പരിപാലിച്ചുകൊണ്ട് ഇടതുമുന്നണി മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരൊക്കെ എത്ര കൊലകൊമ്പന്മാർ മുഖ്യമന്ത്രിയായിരുന്നാലും അവരുടെ എല്ലാം നിലപാടിൽ ഉറച്ചു നിന്ന മന്ത്രിമാരാണ് അദ്ദേഹം. ഈ ടൈമിൽ തന്നെ പിണറായിയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ചന്ദ്രശേഖരൻ, കാസർഗോഡ് നിന്നുള്ള ചന്ദ്രശേഖരൻ എന്നുള്ള CPIയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്ന അദ്ദേഹം വഴി മന്ത്രിസഭയിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതിന് പോലും കാനം രാജേന്ദ്രന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മളിവിടെ മറക്കാൻ പാടില്ല. പക്ഷേ പിന്നീട് കാനൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഡിസ്ട്രിബ്യൂഷനും ലേലവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൽ പിടിച്ച് പിണറായി കാനൻ രാജേന്ദ്രനെ അമർത്തിയിരുത്തി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി അത്ര പ്രചാരം നേടിയില്ല, വലിയ പ്രഘോഷണമായി മാറിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേ വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഈ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം ചന്ദ്രശേഖരൻ നായർ കൈകാര്യം ചെയ്ത സിവിൽ സപ്ലൈസ് തന്നെയാണ് അനിൽകുമാർ മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. VV രാഘവൻ കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെയാണ് P പ്രസാദ് കൈകാര്യം ചെയ്യുന്നത്. PS ശ്രീനിവാസൻ കൈകാര്യം ചെയ്ത വകുപ്പാണ് K രാജൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ മന്ത്രിമാർ, പിന്നെ ചിഞ്ചറാണിയുടെ കാര്യം പറയേണ്ട, ഒരു പാവം സ്ത്രീ, അവർക്ക് അങ്ങനെ പെർഫോം ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ ഒരു വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി അവരെ മന്ത്രിയാക്കി എന്നാണ് CPI നേതൃത്വത്തിൻ്റെ അന്നത്തെ കാലത്ത് നിന്ന് ലഭിച്ച ഒരു വിശദീകരണമെന്ന് പറയുന്നത്. എന്തായാലും CPI മന്ത്രിമാരുടെ പെർഫോമൻസ്, അതിൻ്റെ ഗ്രാഫ് വളരെ താഴോട്ട് പോയി എന്നുള്ള വിമർശനം CPIക്കുള്ളിൽ തന്നെ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളത്. 1964 CPIയുടെ പിളർപ്പ്, CPM പിളർന്നല്ല CPI ഉണ്ടായത്. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. CPI പിളർന്നാണ് CPM ഉണ്ടാകുന്നത്. പിളർപ്പിന് ശേഷം 65-ൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ആണ് വലിയ നേട്ടം ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് CPMനോടൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി CPI ഈ ഐക്യമുന്നണി സംവിധാനത്തിൽ നിന്ന് തന്നെ മാറി. അതോടുകൂടി സപ്തകക്ഷി മുന്നണി സംവിധാനം തകരുകയാണ് ഉണ്ടായത്.
അതിനുശേഷം പിന്നെ 1980 ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിൽ, CPIയുടെ ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ രാജിവെച്ചുകൊണ്ടാണ്, ആ സ്ഥാനത്യാഗം ചെയ്തുകൊണ്ടാണ് സമ്പൂർണ്ണമായ സംശുദ്ധമായ ഇടതുമുന്നണി രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ അന്നു മുതൽ ഇടതുമുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മാറി. 87 വന്നപ്പോൾ സംശുദ്ധമായ ഇടതുമുന്നണിയായി. അവിടെ കേരള കോൺഗ്രസോ മുസ്ലിം ലീഗിൻ്റെ ഒരു തുണ്ട് കഷണമോ ഇല്ലാതെ ഇടത് മതേതര പാർട്ടികൾക്ക്, ജനാധിപത്യ പാർട്ടികൾ മാത്രമുള്ള ഒരു സംവിധാനമായി CPM, CPI, ജനതാദൾ, കോൺഗ്രസ്, RSP തുടങ്ങിയ കക്ഷികൾ മാത്രമുള്ള ഒരു സംശുദ്ധമായ ഇടതുമുന്നണിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഇന്ന് ഇപ്പോൾ RSP യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടുന്ന പാർട്ടിയാണ്. കേരളത്തിലും ഇടതുപക്ഷത്തോടൊപ്പം പതിറ്റാണ്ടുകൾ നിന്ന പാർട്ടികളാണ്. അനുശീലൻ സമിതിയുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പാർട്ടിയാണ് RSP. പക്ഷേ ഇന്ന് UDF കൊണ്ടെത്തിച്ചത് ഈ പിണറായി വിജയനാണ്. പരനാറി പ്രയോഗവും മറ്റും നടത്തി കൊല്ലത്താകെയുള്ള RSPക്കുള്ള ഒരു സീറ്റ് നിഷേധിച്ചുകൊണ്ട്, അന്ന് എം വി വീരേന്ദ്രകുമാറിന് കോഴിക്കോട് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ജനതാദളിനെ UDF പറഞ്ഞു വിട്ടതുപോലെ കൊല്ലം സീറ്റ് RSPക്ക് നിഷേധിച്ചുകൊണ്ട് RSPയെ UDF പറഞ്ഞു വിടുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മാത്രം ഇനിഷ്യേറ്റീവ് ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ അതൊരു മുന്നണി തീരുമാനമൊന്നും ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ ഈഗോകളും ശത്രുതകളും ഈ നേതാക്കന്മാരോടുള്ളത് കൊണ്ടാണ് ആ പാർട്ടികളെ UDF തള്ളിവിട്ടത്. ഇപ്പോൾ എന്തായാലും ഒരു പ്രതിച്ഛായ പ്രശ്നം CPI നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയും പിണറായി വിജയൻ്റെ കീഴിൽ അല്ലെങ്കിൽ CPMൻ്റെ കീഴിൽ കേരളത്തിൽ നിന്നാൽ, അവരുടെ ചിറകിനടിയിൽ നിന്നാൽ CPIക്ക് ഒരുപക്ഷെ പ്രാതിനിധ്യം പോലും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നവർ ബഹുഭൂരിപക്ഷമാണ് CPIക്കുള്ളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല ജില്ലാ സമ്മേളനങ്ങളിലും CPMുമായിട്ടുള്ള ബന്ധം വിട്ട് സ്വതന്ത്രമായ നിലപാടെടുത്ത് പണ്ട് ചെയ്തിരുന്നത് പോലെ UDFന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന നിലപാടെടുത്ത പല പാർട്ടി ജില്ലാ സമ്മേളനങ്ങളുമുണ്ട്. അപ്പോൾ ഈ പ്രതിച്ഛായ പ്രശ്നം CPI നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിലും ത്രിപുരയിലും CPMൻ്റെ ചിറകിനടിയിൽ ഇരുന്നതുകൊണ്ടാണ് CPIക്ക് ഒരാളെപ്പോലും അവിടെ നിയമസഭ കാണാൻ കഴിയാതെ വന്നത്. ഇപ്പോൾ CPMനാണെങ്കിൽ ബംഗാൾ ഒരു MLA പോലും ഇല്ല. എത്രയോ 200-ലധികം MLAമാരെ നേടി 35 വർഷക്കാലം ഭരണം നടത്തിയ ഒരു സംസ്ഥാനത്താണ് CPMൻ്റെ അധപ്പതനമുണ്ടായത്. അധപ്പതനമുണ്ടായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള അഴിമതിയും ധൂർത്തും കോർപ്പറേറ്റ് വൽക്കരണവും സിന്ദൂരും നന്ദിഗ്രാമൊക്കെ എല്ലാം. അപ്പം തൽക്കാലം വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്തായാലും അങ്ങനെ തകർന്ന് തരിപ്പണമായതുപോലെ കേരളത്തിലും ഇടതുപക്ഷ മുന്നണി സ്വകാര്യവൽക്കരണത്തിൻ്റെയും സ്വകാര്യ മൂലധനത്തിൻ്റെയും പുറകെ പിണറായി വിജയൻ അവരുടെ സ്വകാര്യ പണമൂലധനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഇടതുമുന്നണിയെ എന്നുള്ളത് കൊണ്ട് ഒരു പ്രതിച്ഛായ പ്രശ്നം CPIയിൽ സജീവമായി ചർച്ചയായിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി ഇടതുമുന്നണിയിൽ നിന്ന് മാറി ദേശീയ ബൂർഷ്വാസിയായിട്ടുള്ള കോൺഗ്രസിനോടൊപ്പം നിന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ BJPയെ പരാജയപ്പെടുത്തേണ്ടതിൻ്റെ കാലികമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുമുന്നണി വിട്ട് UDF പോകണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായെങ്കിലും ചർച്ചകളുണ്ടാകാൻ നിശ്ചയമായും സാധ്യതയുണ്ട്. അത് വരുന്ന 2 ദിവസങ്ങൾ കേരളം കാത്തിരിക്കുകയാണ്. അതിനുശേഷം പഞ്ചാബിൽ നടക്കാൻ പോകുന്ന 25ാമത് പാർട്ടി കോൺഗ്രസിലും നിലപാടുകളും അത് കാര്യത്തിൽ വളരെ നിർണായകമാകും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുകയും വേണം. എന്തായാലും കോൺഗ്രസുമായി സഹകരിച്ച് പോകണം എന്ന നിലപാടിൽ തന്നെയാണ് CPI നേതൃത്വം. അത് സംസ്ഥാനത്തും ദേശീയ തലത്തിലും നേരത്തെ തന്നെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അത് CPMലാകട്ടെ ഇപ്പോഴും ആശങ്കയ്ക്ക് വകയാണ്. കാരണം മധുര പാർട്ടി കോൺഗ്രസുമായി സഹകരിച്ച്, മുന്നണിയിലില്ലാതെ സഹകരിച്ച് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്നിടത്തെല്ലാം പ്രാദേശിക സഹകരണം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ്
മധുര പാർട്ടി കോൺഗ്രസ് CPM പിരിഞ്ഞത്. ഇനി CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിലാണ് ചേരാൻ പോകുന്നത്. അവിടെ നിന്ന് വരുന്ന തീരുമാനവും ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിഗതികളെ നിർണയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന 2 ദിവസക്കാലത്തേക്ക് CPI സംസ്ഥാന സമ്മേളനത്തിലേക്ക് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.